ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെന്താ നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് വാളംപുളിയും വെളുത്തുള്ളിയും മുളകും വാളംപുളിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ആദ്യമേ തന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി, അത് നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്രയും യൂസ് ചെയ്യാം. ഞങ്ങൾ 3 സ്പൂൺ ഇടാറുണ്ട്. എരിവ് അത്യാവശ്യം നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അത്ര ഇഷ്ടമല്ല, അപ്പോൾ കുറച്ച് ഇടാറുള്ളൂ ബാക്കി സ്പൈസസ് വെച്ച് നോക്കുമ്പോൾ. ഇനി മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കല്ലുപ്പാണ് ഇടുക. കല്ലുപ്പ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്, പൊടിപ്പ് യൂസ് ചെയ്യാറില്ല. ആവശ്യം അനുസരണം കല്ലുപ്പ് ഇടുക. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുക. ഇതിപ്പോൾ സ്പൂൺ കണക്കിനൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല, അമ്മയുടെ ഒരു കണക്കനുസരിച്ച് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു സ്പൈസസും കാര്യങ്ങളൊക്കെ അതിലൊന്ന് പിടിക്കുന്ന വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചാള നമ്മളതിലേക്ക് ഇടുക. ഞങ്ങൾ ചാള എന്ന് പറയാറ്, ചില സ്ഥലത്ത് മത്തി എന്നും പറയും, ഞങ്ങൾ ചാള എന്ന് പറയാറ്. അപ്പോൾ ചാള അരിഞ്ഞ് അതിലേക്ക് ഇടുക, അരിഞ്ഞതിടാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. കൈ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി ഇനി നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടാം. അത് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പീസസൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചാള കളറ് മാറുന്ന ഒരു സമയം വരെ നമുക്ക് തിളപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് മീനൊന്നും പൊരിക്കുന്നുണ്ട്. എനിക്ക് മീൻ പൊരിച്ചതാണ് കറീനേക്കാൾ ഇത്തിരി കൂടെ ഇഷ്ടം. അപ്പോൾ ഈ മീൻ പൊരിച്ചതും മീൻ കറി എല്ലാം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ നമ്മൾ 2 സൈഡ് മറിച്ചിടുക. മീൻ കറി നമ്മൾ ഇളക്കി കൊടുക്കേണ്ട, അത് തന്നെ തിളച്ച് ശരിയായിക്കോളും. അങ്ങനെ ലാസ്റ്റ് ആയിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കത്ത് പിടിക്കാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ റെക്കമെൻഡേഷൻസോ ഡിഷസോ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.